കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ കാലത്ത് ജീവിച്ചു മരിച്ച നമുക്കെല്ലാവർക്കും സുപരിചിതനായ വിശുദ്ധ കാർലോയെ കുറിച്ചാണ്. വിശുദ്ധ കാർലോ അക്വിറ്റസിനെ കുറിച്ച്. വിശുദ്ധ കാർലോയുടെ വെബ്സൈറ്റിന്റെ പേരെന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയില്ലേ? അതിന്റെ പേരാണ് ദ യൂക്കറിസ്റ്റിക് മിറാക്കിൾസ്. അതേ കൂട്ടുകാരെ, ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇതുപോലെയുള്ള ഒരു വലിയ വെബ്സൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വിശുദ്ധ കാർലോയ്ക്ക് സാധിച്ചു. 1991 മെയ് 3 ജനിച്ച് ഈ ലോകത്തിൽ വലിയൊരു സ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ നേടിയെടുത്ത ഒരു വിശുദ്ധനാണ് വിശുദ്ധ കാർലോ അക്വിറ്റസ്. അതെങ്ങനെയെന്നറിയോ? തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ന്യൂജൻ ഫാഷനും ബാക്കിയെല്ലാം ഉണ്ടായിരുന്നിട്ടും അതിനെയെല്ലാം ദൈവത്തിന്റെ കൂടെ കൂട്ടിയിണക്കി ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ട് പ്ലേ സ്റ്റേഷനൊക്കെ കളിച്ചു കേട്ടോ, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രഥമ സ്ഥാനം ആർക്കാണ്? അത് ദൈവത്തിന് തന്നെയാണ്. തന്റെ 11ാം വയസ്സിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിച്ച ഒരു കൊച്ചു ബാലനാണ് വിശുദ്ധ കാർലോ. ഈ പ്രായത്തിൽ തന്നെ എങ്ങനെയാണ് ഈ ചെറിയ ബാലൻ ഇത് പഠിച്ചതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാ? അത് ദൈവത്തിന്റെ കൃപയാലാ. ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചിരുന്ന ഒരു ബാലനായിരുന്നു വിശുദ്ധ കാർലോ. ചെറുപ്രായത്തിൽ തന്നെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളോട് വലിയ ഇഷ്ടം കാർലോയ്ക്കുണ്ടായിരുന്നു. അവന്റെ 11ാം വയസ്സിൽ അവൻ ദിവ്യകാരുണ്യ സംഭവങ്ങൾ കോർത്തിണക്കി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. തന്റെ 15ാമത്തെ വയസ്സിൽ അക്യൂട്ട് ലൂക്കിമിയ എന്ന ക്യാൻസർ ബാധിച്ച് രോഗക്കിടക്കയിൽ കിടക്കുമ്പോഴും ദിവ്യകാരുണ്യത്തോട് അതിയായ ഭക്തി പുലർത്തിയിരുന്നു വിശുദ്ധ കാർലോ. നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ഒരു ജീവിതമാണ് വിശുദ്ധ കാർലോയുടേത്. നമ്മെപ്പോലെ തന്നെ ജനിച്ച് നമ്മെപ്പോലെ തന്നെ വളർന്ന് ഈ യുഗത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളെയും ദൈവത്തിന്റെ ഇഷ്ടത്തിനായി രൂപീകരിച്ച് നമ്മുടെ എല്ലാവരുടെയും കൂടെ നടന്ന ഒരു കൊച്ചു വിശുദ്ധനാണ് വിശുദ്ധ കാർലോ. വിശുദ്ധൻ കൊച്ചാണെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധ കാർലോ ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥാനം അത് വളരെ വലുതാണ്. വിശുദ്ധ കാർലോയുടെ ജീവിതത്തെ അനുകരിച്ച് ഇന്ന് അനേകർ ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ വേണ്ടി വെബ്സൈറ്റുകളും പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കുന്നു. എന്തു ഭംഗിയായാണ് വിശുദ്ധ കാർലോ ഓരോ കാര്യവും ചെയ്യുമ്പോഴും ദൈവം അവനെ അനുഗ്രഹിച്ചത്. അതേ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കാർലോ തന്റെ 15ാമത്തെ വയസ്സിൽ 2006 മരിക്കുമ്പോഴും ബാക്കി വെച്ചിട്ട് പോയത് അനേകം കാര്യങ്ങളാണ്. താൻ നിർമ്മിച്ച വെബ്സൈറ്റ് ഇന്നും അനേകം ആളുകൾ ലോകത്തിൽ കാണുന്ന ആ വെബ്സൈറ്റ്. എല്ലാ കാര്യങ്ങളിലും വിശുദ്ധ കാർലോ ഉത്സുകൻ മാത്രമായിരുന്നില്ല, ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മാതൃക കൂടിയായിരുന്നു. നമുക്കെല്ലാവർക്കും വിശുദ്ധ കാർലോയുടെ ജീവിതത്തെ അനുകരിക്കാം. നമ്മുടെ ജീവിതം വിശുദ്ധ കാർലോയെ പോലെ ആകണ്ടേ? വിശുദ്ധിയിൽ ജീവിക്കണ്ടേ? ഇന്നത്തെ നമ്മുടെ ലോകത്തിന് എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിടുന്നത്? ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തല്ലേ വിശുദ്ധ കാർലോ അന്ന് ലുക്കീമിയ ബാധിച്ച് മരിച്ചത്. വിശുദ്ധ കാർലോ തന്റെ ജീവിതത്തെ സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കും കാർലോയുടെ ജീവിതം അനുകരിക്കാം. കാർലോയെ പോലെ എല്ലാം നല്ലത് മാത്രം ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. അതല്ലേ നമ്മുടെ ലക്ഷ്യമാവേണ്ടത്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.